ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് വെച്ചിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ നമ്മൾ വീഡിയോക്ക് പോകുന്ന മുന്നേ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമാണ് ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് സ്നാക്ക് ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനൊരു ബൗൾ ആദ്യം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 എഗ്ഗാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ഒരു എഗ്ഗ് നമുക്ക് പൊട്ടിച്ച് ഇതുപോലെ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം രണ്ടാമത്തെ എഗ്ഗ് എടുത്തിട്ട് ഇതുപോലെ തന്നെ പൊട്ടിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് രണ്ടും പൊട്ടിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്കത് വിസ്ക് വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടോ എന്ത് വെച്ചിട്ട് സ്പൂൺ വെച്ചിട്ടാണെങ്കിൽ നമുക്കിതുപോലെ ഇങ്ങനെ ഉടച്ചെടുക്കാം. നന്നായിട്ട് തന്നെ അത് നല്ല ഉടച്ചെടുക്കുക. വിസ്ക് വെച്ചിട്ടൊക്കെ ആകുമ്പോൾ പെട്ടെന്നാവുമല്ലോ. അങ്ങനെ നിങ്ങളെ സൗകര്യം പോലെ എങ്ങനെ വെച്ച് നിങ്ങൾക്കത് ഇതുപോലെ ആക്കിയെടുക്കുക കേട്ടോ. നന്നായിട്ട് എഗ്ഗിൻ്റെ ആ ഒരു തരി പോലും ഇല്ലാതെ നന്നായിട്ട് അങ്ങനെ ബീറ്റ് ചെയ്തെടുക്കണം. നന്നായിട്ട് ഞാൻ ബീറ്റ് ചെയ്തെടുത്തിട്ട് അതിന് ശേഷം ഒരു 3 ഏലക്ക പൊടിച്ചതാണ് കേട്ടോ. ഏലക്ക പൊടി ഉണ്ടെങ്കിൽ അത് ചേർക്കാം. ഞാൻ ചതച്ചതാണ്. അത് ഇതിലേക്ക് ഇങ്ങനെ ചതച്ച പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും ഇത് നന്നായിട്ട് തന്നെ അതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. എഗ്ഗും ഏലക്കയുടെ പൊടിയും കൂടി നന്നായിട്ട് മിക്സ് ആവണം. അതിനുശേഷം ഷുഗറാണ് ആഡ് ചെയ്ത് കൊടുത്തത്. ഷുഗർ നല്ല നമുക്ക് ഒരു മധുരം വേണ്ട, അപ്പോൾ അതിന് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. പൊടിച്ച ഷുഗർ ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും മതി കേട്ടോ. ഞാൻ ഇപ്പോൾ പൊടിക്കാത്ത ഇട്ട് കൊടുത്തത്, നിങ്ങൾ അതിലുണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും മതി. എന്നിട്ട് പിന്നെയും ഇത് നന്നായിട്ട് പഞ്ചസാരയൊക്കെ ഒന്ന് അതിൽ നന്നായിട്ടൊന്ന് അലിയണം. അതുവരെ നമുക്കൊന്ന് അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ നല്ല ലൂസ് പോലെ ആയിട്ട് വരണം ആ എഗ്ഗിൻ്റെ ഒക്കെ ബാറ്റർ. നന്നായിട്ട് നമ്മൾ വിസ്ക് വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ട് ഫോർക്ക് വെച്ചിട്ടൊക്കെ ആണെങ്കിലും പെട്ടെന്ന് തന്നെ അതായി കിട്ടും. അപ്പോൾ നന്നായിട്ട് തന്നെ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഏലക്കയുടെ പൊടിയും എഗ്ഗും ഷുഗറൊക്കെ കൂടി നന്നായിട്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ. അതേപോലെ ആക്കിയിട്ട് നമുക്കതവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് പാൻ ചൂടായതിനു ശേഷം ബട്ടറാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ കുറച്ച് കൂടുതലിട്ട് കൊടുത്താലും കുഴപ്പമില്ല. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കഴിക്കുന്നില്ലല്ലോ. അപ്പോൾ ബട്ടർ കുറച്ച് കൂടുതലിട്ടാലും കുഴപ്പമില്ല. അപ്പോൾ ആദ്യം ഒരു പീസ് ഇട്ട് കൊടുത്താൽ അത് മെൽറ്റായി വരുമ്പോൾ ഈ ബാറ്ററിൽ നമ്മൾ ഇതുപോലെ 2 സൈഡ് ഇതേപോലെ ഡിപ്പ് ചെയ്ത് കൊടുക്കുക ആ എഗ്ഗിൻ്റെ ബാറ്ററിൽ. എന്നിട്ട് നമുക്ക് ചൂടായ പാനിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലതാ പാനൊക്കെ ചൂടായിട്ട് സെറ്റായിട്ടുണ്ട്. അതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഫ്ലെയിം എപ്പോഴും മീഡിയത്തിൽ വെക്കണം കേട്ടോ, കൂട്ടി വെക്കരുത്. ഇട്ട് കൊടുത്ത് 2-3 മിനിറ്റൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ ശേഷം നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇത് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ അവിടെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ബട്ടർ വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ബട്ടർ അധികം കൂട്ടാത്തത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ അവിടെ കുട്ടികൾക്ക് കൊടുക്കുന്നതുകൊണ്ട് മാത്രമാണ് പിന്നെയും കുറച്ച് ബട്ടർ ഞാൻ ഇട്ട് കൊടുത്തത്. അതിന് ശേഷം എന്താ മേടിച്ചാൽ ചെറിയൊരു സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് പാലാണ് വേണ്ടത്. പാല് ഇതുപോലെ ഒഴിച്ച് കൊടുക്കുക. കുറേശ്ശെ അതിൻ്റെ ആ ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തും ഇതേപോലെ ഒഴിച്ച് കൊടുക്കുക. ഒരുപാട് എടുത്തിട്ട് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കരുത്. ഒരു സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ട് ഇതേപോലെ കുറേശ്ശെ എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ അങ്ങനെ ഒഴിച്ച് കൊടുക്കാം. ഞാൻ അങ്ങനത്തെ ഒരു സ്പൂൺ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്കത് അപ്പുറത്തെ സൈഡ് ഒന്നുകൂടി മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അതാ ഫ്ലെയിം മീഡിയത്തിൽ തന്നെ എപ്പോഴും വയ്ക്കുക, കൂട്ടരുത്. അപ്പോൾ അത് ബ്രെഡൊക്കെ ഇതൊക്കെ കരിഞ്ഞു പോവും. അപ്പം മിൽക്കൊക്കെ ഒഴിക്കണതല്ലേ. അപ്പോൾ 1-2-3 മിനിറ്റ് ഇതേപോലെ അങ്ങനെ ടോസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് എടുത്ത് മാറ്റാം കേട്ടോ. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ആദ്യത്തെ ബ്രെഡ് ഇട്ട് കൊടുത്ത് സെറ്റായി. പിന്നെയും രണ്ടാമത്തെ ഇതുപോലെ തന്നെ നമ്മൾ ബട്ടർ ഇട്ട് കൊടുക്കുക. സെയിം ആദ്യം എങ്ങനെ നമ്മൾ ചെയ്തതുപോലെ തന്നെ എഗ്ഗിൽ ബാറ്ററിൽ ഇത് മുക്കിയിട്ട് 2 സൈഡും മുക്കിയതിന് ശേഷം പിന്നെ ഇതിട്ട് കൊടുക്കുക. 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം പിന്നെ മറിച്ചിട്ട് കൊടുക്കുക. ബട്ടർ വേണമെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ പിന്നെ ഇട്ട് കൊടുക്കുക. വേണ്ടാത്തവരൊക്കെയാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അതിന് ശേഷം പിന്നെ ഇതേപോലെ സെയിം പാല് ഇതേപോലെ ഒഴിച്ച് കൊടുക്കുക. കുറേശ്ശെ എടുത്തിട്ട് ഒഴിച്ച് കൊടുക്കും. കുട്ടികൾക്കൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ഒരു സ്നാക്കാട്ടത്. സ്കൂളിൽ വരുന്ന സമയത്തോ അപ്പോൾ നോമ്പാകുമ്പോൾ ഇതേ സമയത്ത് ഈ എപ്പോഴും ഓയിൽ ഫ്രൈ ചെയ്യുന്ന ഫുഡല്ലേ അപ്പോൾ നമ്മൾ കഴിക്കുന്നത്. ഈ ഒരു മാസം ഫുള്ള് അതന്നെ. അപ്പോൾ ഇതുപോലെ ഇടയ്ക്കെന്ന് വെച്ചാൽ ഹെൽത്തി ആവുകയും ചെയ്യും. ബട്ടർ നമ്മൾ ഇഷ്ടം അനുസരിച്ച് കൂടുതൽ വേണമെങ്കിൽ കൂടുതലിട്ട് കൊടുത്താൽ കുറച്ച് യൂസ് ചെയ്താലും മതി. ഇനിയിപ്പോൾ നെയ്യിൽ വേണമെങ്കിൽ നെയ്യിൽ നിങ്ങൾക്ക് ഇതാക്കുക. ബട്ടറാണെങ്കിൽ ബട്ടർ നിങ്ങളെ സൗകര്യം വെച്ചാക്കി. ഇത് രണ്ടാമത്തെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ എല്ലാ ബ്രെഡും ഇവിടെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ബ്രെഡ് ഇവിടെ സെറ്റായി കിട്ടി. നല്ലൊരു സ്നാക്കാണ് കേട്ടോ. അത് കഴിക്കാനും നല്ല മധുരം, നല്ല ഒരു പഞ്ഞു പോലെ ഉണ്ടാവും. അത് നമ്മൾ തൊടുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ആ പാലൊക്കെ ഒന്ന് അതിൽ കൊടുത്തിരുന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. കഴിക്കാനും ടേസ്റ്റാണ്, കാരണം എണ്ണയിലൊന്നും ഫ്രൈ ചെയ്തെടുക്കാത്തതല്ലേ. അപ്പോൾ അതാ നല്ല ടേസ്റ്റ്. നമ്മൾ പിടിക്കുമ്പോൾ തന്നെ പഞ്ഞു പോലെ ഉണ്ടാവും. ഇതാ നല്ല സോഫ്റ്റാണ്, കഴിക്കാൻ നല്ല രസമാണ് അതിനത്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നവരുണ്ടാവും കേട്ടോ. അതുപോലൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നവരുണ്ടാവും. അപ്പോൾ ഉണ്ടാക്കി കഴിക്കാത്തവരാണെങ്കിൽ ഉണ്ടാക്കി കഴിക്കണം. ഇപ്പോൾ ഒരു പെട്ടെന്നൊരു ഗസ്റ്റ് വരുന്ന സമയത്ത് ബ്രെഡൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലൊക്കെ അവർക്ക് ചായയുടെ കൂടെ കൊടുക്കുക. അതുപോലെ ഉണ്ടാക്കാം. അതുപോലെ കുട്ടികൾക്ക് സ്കൂളിൽ പോകുമ്പോൾ കൊടുത്ത് വിടാനും
കഴിഞ്ഞ് വരുമ്പോൾ അവർക്ക് ഈവനിങ്ങിൽ കഴിക്കാനായിട്ടൊരു ഈ സ്നാക്ക് ഉണ്ടാക്കാം. ബ്രെഡ് വീട്ടിലുണ്ടെങ്കിൽ ഒരു അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു സ്നാക്കാട്ടോ, അത് ട്രൈ ചെയ്യാതിരിക്കരുത്. അപ്പോൾ ഉണ്ടാക്കി കഴിച്ചവർക്ക് ഇതിൻ്റെ ടേസ്റ്റ് അറിയാം, കഴിക്കാത്തവർ ഇതുപോലെ ഉണ്ടാക്കി കഴിക്കുക. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.